ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ കറുത്ത കടലയാണ്. ഇതാണ് കടലകളിൽ ഏറ്റവും ടേസ്റ്റുള്ള കടല ഇതാണ്. ഇത് ഇന്നലെ രാത്രി ഫുള്ളും ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മറ്റുള്ള എല്ലാം ചേർത്ത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു കടലക്കറി വയ്ക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ 2 സവാളയാണ്. അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് 3 പച്ചമുളക് കൂടെ ഇട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് ഇടാം. ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി കുറച്ച് കൂടുതലാവാം. വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, രണ്ട് തക്കാളി കട്ട് ചെയ്തത്. ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന കടലയോട് ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളമാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്ന് നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി നമ്മൾ വഴറ്റി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു 4-5 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്യാം. ഈ കടലക്കറിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നാടൻ കറിക്ക് എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടുക്, ചെറിയ ജീരകം, പെരുംജീരകം ഇത് എണ്ണയിലേക്ക് ഇടാം. മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഞാൻ എടുത്തത് കറിവേപ്പിലയാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു പകുതി സവാളയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ മുളക് പൊടിയും ഇടുന്ന മസാലപ്പൊടികൾ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇട്ടാൽ കരിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ വഴറ്റും. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ഒരു ചെറിയ ടീസ്പൂൺ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതെ,
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഇത്തിരി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഒരു 1/2 സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലിയാണ്, അത് ചെറുതായിട്ട് പൊടിച്ചത്. അത് നല്ല ഫ്ലേവറും നല്ല കളറും, കറിക്ക് നല്ല കളറും നല്ല ഫ്ലേവറുമാണ്. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ പൊടിയെല്ലാം ഇടുമ്പോൾ നമുക്ക് ശരിക്കും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇടാൻ, എല്ലാം കരിഞ്ഞു പോകും. അല്പം കൂടി വെളിച്ചെണ്ണ ചേർക്കാം. ഒരു ഫ്രൈ ആയി പോവാതെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത്. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടാൻ വേണ്ടി വെള്ളമൊന്നും ചേർക്കരുത്. ശരിക്കും എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. ചെറു തീയിലിട്ട് വെന്ത് കിട്ടാൻ താമസിക്കുകയാണെങ്കിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറക്റ്റ് നന്നായിട്ട് വഴറ്റിയിട്ട് മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർക്കാം. കടലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട് കടലെല്ലാം, ചൂടുണ്ട്, എല്ലാം നന്നായിട്ട് വെന്ത്. നമുക്ക് ഇതിലേക്ക് കടലയുടെ ഗ്രേവി ആദ്യം ഒഴിക്കാം. അപ്പോൾ ഈ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കടല ചേർക്കാം. കടല ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കടലയെടുത്ത് അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഒന്ന് ശരിക്കും ഒന്ന് ഉടച്ച് കുറച്ച് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്താൽ മതി. ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ കടല നന്നായിട്ട് ഉടഞ്ഞു വരും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറച്ചുകൂടി തിളച്ച വെള്ളമാണ് കുറച്ചുകൂടി ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് കുറുകി വരും. ഇനി ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒരു എരിവൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കൂടി ചേർക്കാം.
നന്നായിട്ട് തിളക്കട്ടെ. കടലക്കറി ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം മസാലയെല്ലാം കറക്റ്റായിട്ട് പിടിച്ച് ഗ്രേവി എല്ലാം കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അല്പം കൂടി കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അതാ കത്തിച്ചു. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മൺചട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പവും കടലക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. കടലക്കറി എന്തിനൊപ്പവും നല്ലതാണ്. പുട്ടിനോട് നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണിത്. അടിപൊളി കറിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.